ശരത്കാലേ മഹാപൂജാം ക്രിയതേ യാച്ച വാർഷികീ തസ്യാ മമേദമാഹാത്മ്യം ശ്രുത്വാ ഭക്തി സമന്വിതാം സർവബാധാ വിനിർമുക്തോ ധനധാന്യസുധാന്വിതാം മനുഷ്യോ മത്പ്രസാദേന ഭവിഷ്യതി ന സംശയാം. ശരത്കാലേ മഹാപൂജ ക്രിയതേ യാച്ച വാർഷികീ തസ്യാ മമേദമാഹാത്മ്യം ശ്രുത്വാ ഭക്തി സമന്വിത സർവബാധാ വിനിർമുക്തോ ധനധാന്യസുധാന്വിത മനുഷ്യോ മത്പ്രസാദേന ഭവിഷ്യതീന സംശയ. ശരത്കാലേ ശരത്കാലത്തും വാർഷികി വർഷകാലത്തും ഏത് മഹാപൂജ ക്രിയതേ ഏത് മഹാപൂജയാണോ ചെയ്യപ്പെടുന്നത് തസ്യാം ആ പൂജയിൽ മമ ഏതത് മാഹാത്മ്യം എൻ്റെ ഈ മാഹാത്മ്യത്തെ മനുഷ്യൻ ഭക്തി സമന്വിത ഭക്തിയോട് കൂടിയവനായിട്ട് ശ്രുത്വ കേട്ടിട്ട് മത് പ്രസാദേന എൻ്റെ പ്രസാദത്താൽ സർവബാധാ വിനിർമുക്ത എല്ലാ ബാധകളിൽ നിന്നും മോചിതനായിട്ട് ധനധാന്യ സുധാനിത ധനം ധാന്യം സുധന്മാർ എന്നിവരോട് കൂടിയവനായി ഭവിഷ്യതി ഭവിക്കുന്നു. ന സംശയ സംശയമില്ല. ശരത്കാലത്തും വർഷകാലത്തും ചെയ്യപ്പെടുന്ന മഹാപൂജാകാലത്ത് എൻ്റെ ഈ മാഹാത്മ്യത്തെ ഭക്തിയോടെ കേൾക്കുന്നവൻ എല്ലാ ബാധകളിൽ നിന്നും മുക്തനായിട്ട് ധനധാന്യ പുത്രാദി സമ്പത്തോടു കൂടിയവനായി തീരും. ഇത് തീർച്ച. ശരത്കാലത്തും വർഷകാലത്തുമായി നടത്തുന്ന 2 നവരാത്രി പൂജകളിലും ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യപ്പെടേണ്ടതാണെന്നും അപ്രകാരം ചെയ്യുന്നവന് എല്ലാ സമ്പത്തും ഉണ്ടാകുമെന്നും ദേവി തന്നെ വാഗ്ദാനം ചെയ്യുന്നു. ശ്രുത്വാ മമേദമാഹാത്മ്യം തഥാ ചോത്പത്തയ ശുഭാം പരാക്രമം ച യുദ്ധേഷു ജായതേ നിർഭയ പുമാൻ. ശ്രുത്വാ മമേദമാഹാത്മ്യം തഥാ ചോത്പത്തയ ശുഭാം പരാക്രമം ച യുദ്ധേഷു ജായതേ നിർഭയ പുമാൻ. മമ ഏതത് മാഹാത്മ്യം എൻ്റെ ഈ മാഹാത്മ്യം തഥാ അപ്രകാരം ശുഭാ ഉത്പത്തയ ശുഭകരങ്ങളായ ഉൽപ്പത്തികളെയും യുദ്ധേഷു പരാക്രമം ച യുദ്ധപരാക്രമത്തെയും ശ്രുത്വ കേട്ടിട്ട് പുമാൻ പുരുഷൻ നിർഭയാജായതേ നിർഭയനായി തീരുന്നു. എൻ്റെ ഈ മാഹാത്മ്യത്തെയും അവതാരങ്ങളെയും യുദ്ധപരാക്രമങ്ങളെയും കുറിച്ച് കേൾക്കുന്ന പുരുഷൻ ഭയമില്ലാത്തവനായി തീരുന്നു. രിഭവ സംശയം യാന്തി കല്യാണം ചോപപദ്യതേ നന്ദതേ ച കുലം പുംസാം മാഹാത്മ്യം മമ ശൃണ്വതാം. രിഭവ സംശയം യാന്തി കല്യാണം ച ഉപപദ്യതേ നന്ദതേ ച കുലം പുംസാം മാഹാത്മ്യം മമ ശൃണ്വത. മമ എൻ്റെ മാഹാത്മ്യത്തെ ശൃണ്വതാം പുംസാം കേൾക്കുന്ന പുരുഷന്മാർക്ക് രിഭവ ശത്രുക്കൾ സംശയം യാന്തി നാശത്തെ പ്രാപിക്കുന്നു. കല്യാണം ഉപപദ്യതേ ച മംഗളം ഉണ്ടാകുകയും കുലം ച നന്ദതേ കുലം അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ മാഹാത്മ്യം കേൾക്കുന്നവർക്ക് ശത്രുക്കൾ നശിക്കുന്നു, അവർക്ക് മംഗളമുണ്ടാകുന്നു, അവരുടെ വംശം അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നു. ശാന്തി കർമ്മണി സർവത്ര തഥാ ദുസ്വപ്നദർശനീ ഗ്രഹപീഡാസു ചോഗ്രാസു മാഹാത്മ്യം ശൃണുയാൻ മമ. ശാന്തി കർമ്മണി സർവത്ര തഥാ ദുസ്വപ്നദർശനീ ഗ്രഹപീഡാസു ചോഗ്രാസു മാഹാത്മ്യം ശൃണുയാൻ മമ. സർവത്ര ശാന്തി കർമ്മണി എല്ലാ ശാന്തി കർമ്മങ്ങളിലും തഥാ ദുസ്വപ്നദർശനി അതുപോലെ ദുസ്വപ്നം കാണുമ്പോഴും ഉഗ്രാസു ഗ്രഹപീഡാസു ച ഉഗ്രങ്ങളായ ഗ്രഹപീഡകൾ ഉണ്ടാകുമ്പോഴും മമ മാഹാത്മ്യം ശൃണുയാത് എൻ്റെ മാഹാത്മ്യം കേൾക്കേണ്ടതാണ്. എല്ലാ ശാന്തികർമ്മങ്ങളിലും ദുസ്വപ്ന ദർശനം ഉണ്ടാകുമ്പോഴും ഉഗ്രങ്ങളായ ഗ്രഹസ്ഥിതികളിൽ നിന്ന് പീഡ ഉണ്ടാകുമ്പോഴും എൻ്റെ മാഹാത്മ്യം കേൾക്കേണ്ടതാണ്. ആപത്തുകൾ ഒഴിവാക്കാൻ നടത്തുന്ന കർമ്മങ്ങൾക്കാണ് ശാന്തി കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ദുസ്വപ്ന ദർശനവും ആപത്ത് സൂചകമാണ്. ഗ്രഹങ്ങൾ അനുകൂലമല്ലാത്ത വിധത്തിൽ ചരിക്കുമ്പോൾ ജാതകന് കഷ്ടകാലമായിരിക്കും. ഗ്രഹപീഡ ഉണ്ടാകുമ്പോൾ ദേവീ മാഹാത്മ്യം പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് ഗ്രഹപീഡയെ ശമിപ്പിക്കും.